ഹലോ ഫ്രണ്ട്സ്, ഡെൻ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാം കൂടെ സ്വാഗതം കേസ്. അപ്പോൾ കേസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ തമ്മിലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെയാണ് കേസ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ CS മാച്ചിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേസ്. 10 കില്ലെടുത്ത വേറെ ലെവലൊരു വീഡിയോ ആണ്. ഈ കളിയിലും എനിക്ക് വലിയ കാര്യത്തിൽ കില്ലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത കളിയിലും അതേപോലെ തന്നെ കേസ്. വലിയ രീതിയിൽ കില്ലൊന്നും എനിക്ക് കിട്ടത്തില്ല കേസ്. ഈ കുറച്ച് കളികൾ എനിക്ക് വലിയ രീതിയിൽ കില്ല് കിട്ടത്തില്ല. പിന്നെ ഒരു ടെസ്റ്റ് കാണും കേസ്. ആ ടെസ്റ്റിന് ശേഷം ഭയങ്കരമായിട്ട് ഞാൻ കില്ലെടുക്കുന്നതായിരിക്കും. വെറുത്തനായിട്ട് അടിക്കുന്നതായിരിക്കില്ല. അതിന് ചത്താലും കുഴപ്പമില്ല, കില്ലെടുക്കണമെന്ന് പറഞ്ഞുള്ള ഒറ്റ മൈൻഡിൽ കളിക്കുകയായിരുന്നു ഞാൻ. മാക്സിമം നല്ലൊരു കളിച്ച ഒരു വീഡിയോ ആണ് കേസ് ഇത്. ഫസ്റ്റ് റൗണ്ട് ഞാൻ ചുമ്മാ തോറ്റുകൊണ്ടിരുന്നു. അടിക്കുന്ന അടി ഒന്നും കൊള്ളത്തുമില്ല, കൊണ്ടാലും ഞാൻ ചാവുകയും ചെയ്യും. ടീം ഫുള്ളും വന്ന് എന്നെ കവർ ചെയ്ത് അടിച്ച്. ഞാൻ ബംഗാളിയുമായിട്ടാണ് കളിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരേ ഒരു പ്ലെയർ ഉള്ളൂ, മലയാളി പ്ലെയർ. 1-ാം നമ്പർ അവനാണ്. അവൻ മാത്രമേ എനിക്കുള്ളൂ കേസ്. എനിക്കറിയാവുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കറിയാവുന്നവരില്ല കേസ്. ബാക്കി രണ്ടുപേരും ബംഗാളീസാണ്. അവൻ ഇങ്ങനെ എനിമീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന കേസ്. കളിയൊക്കെ പോവും കേസ്. ഈ കളി അവന്മാർ പിടിക്കുന്നതായിരിക്കും. ഞാൻ ഈ കളി വല്ലാത്തൊക്കെ ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ 10 കില്ല് ഞാൻ എടുത്തെന്ന് ആയിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതുണ്ട് കേസ്. വരിയെ കാണാൻ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക കേസ്. അപ്പം നിങ്ങൾക്കറിയാം, ടെസ്റ്റ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. വേണ്ട, ഈ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് റൗണ്ട് നമുക്ക് അങ്ങനെ ആയിട്ടുണ്ട് കേസ്. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് UMP കിട്ടിയില്ലടാ, എനിക്ക് ഈ ഒരു കണ്ണടാ, എനിക്ക് ഈ കണ്ണിൽ വലുതായിട്ട് എനിക്ക് കളിച്ച് പരിചയമില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഇങ്ങനെ കേട്ടോണ്ട് എൻ്റെ അടുത്ത് വന്ന് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കേസ്. ഞാനാണെങ്കിൽ എനിക്ക് തയ്യോ തണക്കുന്നേന്ന് പറഞ്ഞ് ഉള്ള ഇമോട്ടൊക്കെ ഇട്ട്, അയ്യോടാ എനിക്ക് തണക്കുന്നടാ എന്ന് പറഞ്ഞ് ഒരു ഇമോട്ടൊക്കെ ഇട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ് മാസമായിട്ട്. പിന്നെ അങ്ങ് കയറി അങ്ങ് ചെല്ലാം എന്ന് വിചാരിച്ച് ഒന്നും നോക്കുന്നില്ല, കയറി ചെല്ലുന്നു. അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കും, ഇല്ലെങ്കിൽ ചാവും. ആ ഒറ്റ മൈൻഡിൽ കളിച്ച ഒരു കളിയായിരുന്നു കേസ്. നമുക്ക് ജയിക്കണമെന്നൊന്നും അല്ലായിരുന്നു കേസ്, ഗില്ലായിരുന്നു കേസ് എനിക്ക് പ്രധാനം. ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച് കളിച്ച കളിയല്ലേ കേസ്. അതുകൊണ്ടാണ് ഈ ഗില്ല് നോക്കിയപ്പോൾ എന്നെ ബാക്കിൽ നിന്ന് അടിച്ച് അവന്മാർ. നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റൊക്കെ വെറുത്തനായിട്ട് അടിക്കുന്നുണ്ട് അവന്മാരെ. എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് മെഡും കാലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ദാണ്ട് ഒരുത്തനെ കണ്ടു, അവനെ അടിച്ച് ടീമേറ്റ് കാലൊക്കെ നോക്ക് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ബംഗാളികളൊക്കെ തീർന്നു. അങ്ങനെ നോക്കിയപ്പോൾ ദാണ്ട് ഇവിടെ വന്ന് നിന്നത് മാത്രമേ കണ്ടുള്ളൂ. ഒരുത്തൻ്റെ ബാക്കിൽ അടിച്ച് അവൻ എന്താണെന്ന് ഇവിടെ നെറ്റ് പോയെന്നാണ് തോന്നുന്നു. നമ്മുടെ ടീമിലാണെങ്കിൽ ഒരുത്തനാണ് നെറ്റും കാലൊക്കെ പോയി. എന്ത് വേറെ ലെവല്. എന്തൊരവസ്ഥയെ നോക്കി കേസ്. നമ്മുടെ ടീമിൽ വേറെ നെറ്റും പോയി. എൻ്റെ ഒരുത്തനും കൂടി ഉള്ളു കേസിൻ്റെ കാര്യം. അവനാണെങ്കിൽ ചാടി ഒന്നും നോക്കില്ല, കുത്തി അങ്ങ് പിടിച്ച് ആ എനിമീനെ അങ്ങ് തീർത്ത് ആ കളി അങ്ങ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്. വേറെ ലെവലായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് കളിച്ചു കേസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് വരെ അന്തം വിട്ട് പോയ ഒരു കാര്യമുണ്ട് കേസ്. അതാണ് കേസ് ഞാൻ 10 കിലോ എടുത്തത്. അത് ഇനി വരിയെ നിങ്ങൾ കാണും. നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്യുക കേസ്. പിന്നെ ലൈക്ക് ചെയ്തോണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പവർ കാണിക്കുക കേസ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലത്തുള്ള വീഡിയോസും കാണിക്കാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേസ്. വേറെ ലെവൽ മാച്ച് കാണിക്കുകയാണ്. നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്യുക കേസ്. അങ്ങനെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. അമ്മനെ കുറച്ചെങ്കിലും ഡാമേജ് കൊടുക്കാൻ പറ്റിയ നല്ല കാര്യം എന്ന് പറഞ്ഞ് കുറച്ച് ഡാമേജ് കൊടുത്തു. പിന്നെയും കൊടുത്തു ഡാമേജ്. കേസ് ആ പോളി ഗേറ്റ് അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഗില്ല് വേണമെന്ന് ഫിനിഷ് ചെയ്യാന്ന് വെച്ച് ഞാൻ കുത്തി പിടിച്ചു. അങ്ങനെ അവൻ്റെ ഗില്ലും കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേസ്. നമ്മളങ്ങനെ നോക്കിയപ്പോൾ ബാക്കിലുള്ള എനിമി കണ്ടു. നമ്മുടെ ടീമേറ്റ് ഇവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ടീമേറ്റിന് കൊന്നു കേസ്. അവൻ 2 പേര് കേസ് എൻ്റെ അടുത്ത് പോകും. അങ്ങനെ ഒരുത്തന്നെ കുത്തി പിടിച്ച് നോക്കി പെട്ടെന്ന് കവറെടുത്ത് അവനെയും വേറെ ലെവൽ റീലോഡ് ചെയ്ത് പെട്ടെന്ന് അടിച്ച് അവനെയും നോക്കി ചെയ്ത് കേസ്. എൻ്റെ മോനെ. പിന്നെ എൻ്റെ ടീമേറ്റിനെ റിവൈവ് ചെയ്യാന്ന് വെച്ചാൽ ഞാനങ്ങനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിച്ചപ്പെടു നോക്കി പൊടുത്തി എൻ്റെ അമ്മു കുത്തി അങ്ങ് പിടിച്ച് അവനെ അങ്ങ് തീർത്ത് കേസ്. അങ്ങനെ ആ കളി അങ്ങ് ഈസ് എടുത്തു കേസ്. ഇനി തൊട്ടാണ് കേസ്. ഇനിയാണ് എൻ്റെ മാസമായിട്ടുള്ള കില്ലിങ് കാണാൻ പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേസ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇനി അവനെ അടിച്ച് താഴ്ത്തി ഇനി ടോപ്പിൽ കയറുന്നതായിരിക്കും. ഇനി നോക്കിയോ കേസ്, വേറെ ലെവലായിട്ടായിരിക്കും നമ്മൾ ഗില്ലിങ് എടുക്കുന്നത്. പക്ഷേ ഈ കളി നമ്മൾ തോക്കും കേസ്. ഞാൻ എയ്സ് എടുത്തതിൻ്റെ പവർ ഈ കളി കാണില്ല. ഈ കളി നമ്മൾ ധാരണമായി തോക്കുന്നതാണ് കേസ്.
നമ്മൾ തോക്കും, അടുത്ത കളി പിടിക്കും, അടുത്ത കളി തോക്കും, അങ്ങനെയാണ് ഗീസ് പോകുന്നത്. ഇനി വരുന്ന ഒരു കളി നമ്മളിപ്പോൾ 3 റൗണ്ട് എന്തോ എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ 3 റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒറ്റ റൗണ്ടിനോട് പോരാട്ടം ഒരുത്തം കണ്ടു, അവന് ഉപ്പേക്കറിട്ട് വേറെ ലെവൽ ഡാമേജ് കൊടുത്ത് അവന് നോക്കി പെടുന്നതിന് അവന് ഗില്ലും ഫിനിഷ് ചെയ്തു. പിന്നെ എന്തോ എനിക്കൊരു ഫോണ് ഭയങ്കരമായിട്ട് ഇതടിക്കുന്നത് നോക്കിയപ്പോൾ അവനെ പിന്നെയാണ് കേസ് കെട്ടുന്നത്. ഞാൻ വേറെ എവിടെയും നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ടീമേറ്റ് എവിടെ നിന്ന് കയറി വന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. ഞാൻ പറഞ്ഞു അവൻ അമേരിക്കയിൽ നിന്ന് കയറി വന്ന് പോടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഞാനും ഒന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നിൽക്കുന്നു. നമ്മളൊരു ടീമേറ്റ് ഉള്ളു. ഇവൻ പൊട്ടത്തരം കാണിക്കുന്നത്, പൊട്ടത്തരമാണ് ഇവൻ കാണിക്കുന്നത്. നല്ലൊരു മെഡ് ഫുള്ളാക്കിയിട്ട് ഇവനക്ക് ഇറങ്ങാന്നേ ഉള്ളൂ. അവൻ ഒരു മെഡ് അടിച്ചിട്ട് അവൻ പോകുന്നതന്നെ വിടുന്നില്ല, അവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണെങ്കിൽ കവർ കയറി അവൻ ചാടി ഒറ്റ ഒരു ഷോട്ട് തീർത്ത്. അവന് കയറിപ്പോണം ആര് പറഞ്ഞു കേസ്, അവന് കയറിപ്പോയേ. അവൻ ഡാമേജ് കൊടുത്ത ബലത്തിലായിരുന്നു അവൻ കയറിപ്പോയത്. നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ MK ആയിരുന്നു. കൊടുത്ത് കേസ് വെച്ച വണ്ടാപ്പ് അവന് തീർത്ത് കളഞ്ഞു കേസ്. അവൻ ഫുള്ള് ഇത് മെഡ് അടിച്ചിരുന്നെങ്കിൽ അവന് അത്രയ്ക്കും കയറൂലായിരുന്നു. അവൻ ഫുൾ മെഡ് അടിക്കാതെയായിരുന്നു അവൻ കയറിപ്പോയത്. ഈ മാച്ച് അവന്മാർ തന്നെ എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇവന്മാരെടുക്കും കേസ് ഈ മാച്ച് എന്നെ എൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ട് അടിച്ച് പുരട്ടി കളയും അവന്മാരിട്ട്. റിവെഞ്ച് കേസ്, അവന്മാരുടെ റിവെഞ്ചാണ്. പക്ഷെ നമ്മൾ തന്നെ ഈ കളി ജയിക്കും. അവസാനം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കളി എടുക്കാനൊക്കെ നമ്മൾ ഒറ്റ മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും. പിന്നെ നോക്കിയപ്പോൾ അവിടെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരുത്തന്നെ അടിച്ച് നോക്കിയത് പെട്ടെന്ന് തന്നെ അവൻ്റെ ഗില്ല് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റേ ക്യാരക്ടർ സ്കില്ല് അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ അവൻ്റെ ഗില്ല് കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും അവന്മാരുടെ ടീമിൽ ഇനി ഓപ്പോസിറ്റ് ടീമിൽ ഇനി 3 പേരേ ഉള്ളൂ കേസ്. ഇനി ഓപ്പോസിറ്റ് ടീമിൽ 3 പേരുണ്ട്. നമ്മളാണെങ്കിൽ 4 പേര് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേസ്. നമ്മളെ ഒരു ടീമേറ്റ് തീർന്നു. നമ്മൾ 3 പേര്, അവന്മാരുടെ ടീമിൽ 3 പേര്, 3 ദിവസം. അങ്ങനെ ഒരുത്തനടിച്ച് എൻ്റെ ഗില്ല് കുമ്പം പോയി കേസ്. അല്ലെങ്കിൽ ആ ഗില്ല് കിട്ടിയെങ്കിൽ എനിക്ക് 11 കില്ലെങ്കിലും കിട്ടിയാണ്. എൻ്റെ മോനെ ഞാൻ താഴെ 2 പേരുണ്ടെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ പിന്നെയാണ് ഈ ശ്രദ്ധിച്ചത്. ഞാൻ താടിയവൻ അടിക്കാനാണ് പോയത്. നോക്കിയപ്പോൾ ഇവനാണ് കേസ് എൻ്റെ ഫ്രണ്ടിനെ MK ഇട്ട് അടിച്ചു വീഴ്ത്തത്. അമ്മ കണ്ടില്ലേ കേസ്. ഞങ്ങൾ 3 റൗണ്ട് എടുത്തിട്ട് ഞങ്ങൾ ചുമ്മാ സൈഡ് ചെയ്ത് അവന്മാർ നമ്മൾ റിവെഞ്ച് എടുത്തിരിക്കുകയാണ് കേസ്. റിവെഞ്ച് എന്ന് വെച്ചാൽ മാസമായിട്ടുള്ള അവന്മാരെ കൺബാക്ക് തന്നെയായിരുന്നു കേസ്. വേറെ ലെവലായിട്ട് തന്നെ ഓപ്പോസിറ്റ് ടീമും കളിക്കുന്നുണ്ട് കേസ്. എവിടെ നിന്നൊക്കെയാണ് അടിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത ഒരു അടിയായിരുന്നു ഈ അവന്മാർ. നല്ല ടീം വർക്കിലാണ് അവന്മാർ കളിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങൾ ബംഗാളിയുമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ടീം വർക്കൊന്നും കാണൂല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനെ തോന്നിയിട്ട് എൻ്റെ കൂടെ തന്നെ നിന്ന് കളി, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കളി പിടിക്കണം. ഈ കളി പിടിച്ചാൽ ഒരു കളി പിടിച്ചാൽ മതി നമ്മൾ ജയിച്ച് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുത്തെന്താ ഓടി വരുന്നത്. ഇപ്പം എന്താ കിളിയും കൂടി കുറുപ്പാടി കേസ്. അവൻ സർപ്രൈസ് അടിയായിരുന്നു. വേറെ ലെവൽ ഫുൾ റെഡ് കേസ്. UMP കൊണ്ട് വേറെ ലെവലാണ്. നോക്കിയപ്പോൾ എല്ലാ സ്കോഡും കൂടി ഇപ്പുറത്തെ സൈഡും കൂടി വന്ന് എന്നെ പഠിച്ചു പോയി. നമുക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ ഒരു ടീമേറ്റ് ഡൗണായി. ഒരുത്തൻ നെറ്റ് പോയി. ഞാൻ പറഞ്ഞില്ലായിരുന്നു കേസ്, നേരത്തെ പറഞ്ഞായിരുന്നു. ഒരുത്തൻ നെറ്റ് പോയി, കിളിയും പോയി. കണ്ട അവൻ അടിക്കുന്ന അടി പോലും കയറുന്നില്ല കേസ്. അവൻ നെറ്റും കാര്യം പോയി. കണ്ട അവൻ തീർന്നു കേസ്. എന്തുകൊണ്ടാണ് കേസ് നമ്മൾ കളി വെച്ചാൽ അവനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് ബാക്ക് സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ 3 റൗണ്ട് കേസ്. 3 എന്ന് പറഞ്ഞ റൗണ്ടും കാണിക്കാതെ ഇനിയാണ് കേസ്. ഇനി ഞാൻ എന്താണ് റൗണ്ട് എടുക്കണമെന്ന് ഒറ്റ മൈൻഡിൽ ഞാൻ അങ്ങ് നിൽക്കുകയാണ് കേസ്. ഒറ്റ മൈൻഡ് റൗണ്ട്. ഈ റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കും. അത് അത്രയും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കളിച്ച ഒരു വീഡിയോ. അങ്ങനെ ഉറപ്പിച്ച് കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വാടാ നമുക്കിന്ന് ആര് വന്നാലും ശരി വരുന്നവൻ എല്ലാത്തിനും അടിച്ചങ്ങ് ഉറക്കണം. ഒന്നും നോക്കണ്ട, ഗ്രൂവാളെല്ലാം ഇട്ടെങ്കിലും അടിച്ച് ഒതുക്കണമെന്ന് പറഞ്ഞു. നമ്മളാ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് ചാടി കറങ്ങി പോവുകയാണ് കേസ്. നമ്മൾ ടീമേറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ കയറിപ്പോകുന്ന ചോദിച്ചാൽ അങ്ങനെ കയറി കിടന്നു. യുട്ടൊക്കെ ഇട്ട് ഇവിടെ നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ദോണ്ടേ ഒരുത്ത അവിടെ നിന്ന് അതുവരെ അങ്ങ് ഓടിപ്പോകണം കണ്ടു. അതെൻ്റെ ടീംമേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നോട്ടീസ് ചെയ്താൽ നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ ഞാൻ കണ്ടടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എവരുടെ ആവുമാരെന്ന് ഞാനിങ്ങനെ ചോദിച്ചിങ്ങനെ കയറിപ്പോവുകയാണ്. അങ്ങനെ വീടിനകത്തോട്ട് കയറി. ഇവിടെ കണ്ടില്ല. പിന്നെ ഇവിടെ സിഗ്നൽ ഉണ്ട്, ഇവിടെയും ഇല്ല. നോക്കിയപ്പോൾ ബാറ്റിൽ നിന്ന് ആരും അടിക്കും. നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റ് നോക്ക്, എൻ്റെ ഫ്രണ്ട് നോക്കായി. അവനെ കുറച്ച് ഡാമേജ് മാത്രം കൊടുക്കണം. പിന്നെ ആ കേട്ട സ്കില്ലിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി ഡാമേജ് കൊടുത്ത്
പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് അവൻ്റെ ടീമേജ് അങ്ങ് പൊക്കി വിട്ടതും അവൻ ഇനിയും പോയി ചത്ത്. പിന്നെ അവനെ കുത്തി പിടിച്ച് അവനങ്ങ് നോക്കങ്ങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീമേജ് റിവൈവ് ചെയ്യാന്ന് വെച്ച് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ കേസ് വന്ന് കേസ് MH കൊണ്ട് എൻ്റെ അമ്മ ഞാൻ ചത്തെന്ന് വിചാരിച്ച ഒരു മാച്ചായിരുന്നു. എൻ്റെ അമ്മ MH ഇട്ട് നല്ലൊരു ഡാമേജ് കേസ്. പിന്നെ ഒരുത്തമുണ്ടായിരുന്നു വെളിയിൽ, അവൻ നല്ലൊരു കുത്തി പിടിച്ച് അവൻ നോക്കിയത് ഡേ വാട ഞാൻ റിവൈവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ദാണ്ട് വരുന്നു കിട്ടേ. അവൻ നല്ല ഡാമേജ് കൊടുത്തു, പിന്നെ ഡാമേജ് കൊടുത്തു. എന്താ ഇവൻ ചാവാത്ത, എത്ര ഡാമേജ് അത് കൊടുത്തേ വലി. എൻ്റെ ഒരു ടീമേജ് ഉണ്ട്, എന്നിട്ട് അവനും കൊല്ലുന്നില്ല അവനെ. ഞങ്ങൾ കയറുമെന്ന് അടിക്കാന്ന് വെച്ചാൽ ഇവിടെ ഇല്ലേ. പിന്നെ ഞാൻ വെളിയിറങ്ങാന്ന് വിചാരിച്ച് ഈ ചാടാൻ നോക്കി ചാടുന്നില്ല, പറ്റുന്നില്ല കേസ്. പിന്നെ എവിടെയാണ് അവൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന കണ്ടോ, ദാണ്ട നിൽക്കുന്നത് കുരിപ്പുകൾ. ഒന്നും നോക്കില്ല കേസ്, തല അടിച്ച് അങ്ങനെ ആ ബൂയ അങ്ങ് എടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ കേസ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 10 കിലോ എടുത്തുള്ള വേറൊരു ലെവലായിട്ടുള്ള വീഡിയോ വരുന്ന